2 ദിവസം മുൻപാണ് കാഞ്ഞങ്ങാട് സ്വദേശിയായ 46-കാരൻ്റെ ജനനേന്ദ്രിയത്തിൽ ഒരു മെറ്റൽ നെട്ട് കുടുങ്ങുന്നത്. ഈ കാഞ്ഞങ്ങാട് ഫയർഫോഴ്സ് ജീവനക്കാരാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത്. 2 ദിവസം ആശുപത്രിയിൽ കിടന്നു. പക്ഷേ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പരിഹാരമുണ്ടായില്ല. ഈ അസുഖം വർദ്ധിച്ചു വന്നു. അദ്ദേഹത്തിന് വേദന, കലശലായ വേദനയുണ്ടായിരുന്നു. എന്തായാലും ഉദ്യോഗസ്ഥരെത്തി ആ നെട്ട് മുറിച്ചു മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമുക്കിപ്പോൾ ചേരുകയാണ്. സാർ, അതെങ്ങനെയാണ്, എന്തായിരുന്നു ശരിക്കും സംഭവം? അതായത് രാത്രി 10 മണിക്ക് ശേഷം ജില്ലാ ആശുപത്രി കാസർഗോഡ് നിന്ന് വിളിച്ചിട്ടാണ് ജനനേന്ദ്രിയത്തിൽ ഒരു മെറ്റൽ വാഷറാണ് ശരിക്കും പറഞ്ഞാൽ, നെട്ടല്ല, ആ വാഷർ കുടുങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം വലിയ ബുദ്ധിമുട്ടിലാണെന്നും ഒരു ശ്രമം നടത്തുമെന്ന് ചോദിച്ചു. പക്ഷേക്ക് നമ്മളൊന്നും സഹായിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായി. കാരണം ഇത് വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത സമയത്താണ് ഡോക്ടർ വിളിച്ചത്. അപ്പോൾ ഒരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു. ആ ശ്രമം നടത്താൻ നമ്മുടെ കയ്യിൽ ആകെയുള്ള ഉപകരണം എന്ന് പറഞ്ഞാൽ ജീവനക്കാരനെ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു മെറ്റൽ റിങ് കട്ടറാണ്. അതുപയോഗിച്ചൊരു ശ്രമം നടത്തി. അത് വിജയമായിരുന്നു. കാരണം അത് 2 മണിക്കൂറോളം എടുത്ത് ചെയ്ത പ്രവർത്തനം ആയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വിജയമായത്. കാരണം ശരിക്കും ഒരു ഓപ്പറേഷനെല്ലാം ചെയ്യുന്ന ഒരു രീതിയിൽ വളരെ ജാഗ്രതയോടെ തന്നെ ജീവനക്കാർ ചെയ്തതിൻ്റെ ഭാഗമാണ് ഈ വിജയം. ഈ വാർത്തയെ നമ്മൾ ആദ്യം നൽകിയപ്പോൾ മുതൽ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ട്. ഇത് എല്ലാവരും ചിരിക്കുന്ന ഒരു സംഭവമായി മാറി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഗൗരവകരമായ ഒരു കാര്യം ഇതില്ല. ഇത് വളരെ ഗൗരവകരമായ കാര്യമാണ്. ശരിക്കും ഞാനും ഇതിൻ്റെ കമൻസ് എല്ലാം നോക്കി. അപ്പോൾ അവരെ ചിന്താഗതി പറഞ്ഞാൽ ഒരു ദിവസം ഒരു റിങ് ഇടുന്നു, അതെടുക്കാൻ പറ്റുന്നത് ആണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. അയാൾ 3-4 ദിവസമായിട്ട് വളരെ നമ്മളവിടെ പോയി സിറ്റുവേഷൻ കണ്ടുകൊണ്ട് നമുക്ക് എല്ലാ ജീവനക്കാർ പറഞ്ഞ സ്ഥിതിയിലാണെങ്കിൽ വളരെ വളരെ മോശമായ അവസ്ഥയാണ്. അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാനോ അതുപോലെ ഇൻറ്റേർണലി കുറേ ബുദ്ധിമുട്ടെല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലൈസർ ആയത് തന്നെ. സാറേ, ഇപ്പോൾ നമ്മൾ ഈ മോതിരമൊക്കെ കയ്യിൽ നിന്ന് അഴിച്ചെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അഴിച്ചെടുക്കാൻ പറ്റാത്തത് കട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഈ മെഷീൻ ഉപയോഗിച്ചാണ് ആ മെറ്റൽ വാഷർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത്. വളരെ ശ്രദ്ധാപൂർവം 2 മണിക്കൂറോളം സമയമെടുത്തിട്ടാണ് നമ്മൾ ആ ഉദ്യമം പൂർത്തീകരിച്ചത്. അപ്പോൾ ആ സമയത്ത് ഈ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ആ മെറ്റൽ പാർട്ട് ചൂടാവുകയും അത് നമ്മൾ കൂൾ ചെയ്യിപ്പിക്കുന്നു, പിന്നെ നിർത്തിയിട്ട് വീണ്ടും അങ്ങനെ 2 മണിക്കൂറിലധികം സമയമെടുത്താണ് ആ മെറ്റൽ പാർട്ട് മുറിച്ച് മാറ്റിയത്. അത്രയും റിസ്ക്കുള്ള ഒരു ഉദ്യമമായിരുന്നു അത്. ഇതിലിപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മൊഴി മദ്യപിച്ച് കിടക്കുന്ന സമയത്ത് അജ്ഞാതർ കയറ്റിയതാണെന്നാണ്. പക്ഷേ അതിലൊരു ലൈംഗിക വൈകൃതത്തിൻ്റെ സാധ്യതയുണ്ടോ? അത് വിശ്വസനീയമാണോ അദ്ദേഹത്തിൻ്റെ മൊഴി? അങ്ങനെ ഒരു വിശ്വസനീയം തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരു അപകടം ചെയ്തിരുന്നെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് ആ സുഹൃത്തുക്കളെതിരെ കേസ് ഫയൽ ചെയ്യാം. അതുമാത്രമല്ല ആ ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരു ശ്രമം നടത്തുകയും ചെയ്യാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ വരുന്നത് തന്നെ, ഇവിടെ ആശുപത്രിയിൽ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു വിശ്വസനീയ യോഗ്യത തോന്നിയില്ല. എല്ലാ അപകടങ്ങളും ഒരു ഫയർ സർവീസ് ഇതിലൊരു എക്സ്പേർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇനി മുതൽ അപകടത്തിൽ വരാതിരിക്കാൻ ജനങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. എന്തായാലും അതീവ ശ്രദ്ധ വേണം. കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവാവ് ഇതുവരെയും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴി വിശ്വസനീയമല്ല എന്ന് പറയുന്നുണ്ട്. രജീഷ് കരിയുള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.